സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ടുള്ള സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഇതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് ഫ്രീക്വൻസി ടേബിൾ എന്താണ്, ഫ്രീക്വൻസി ടേബിളിനെ ഗ്രാഫുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിളിൽ നിന്ന് ഗ്രാഫിലേക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ വിഷ്വൽ ഇഫക്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റയെക്കുറിച്ച് ഏതാണ്ടൊരു ധാരണ, എക്സാക്ട് ധാരണ കാൽക്കുലേറ്റ് ചെയ്താലേ അറിയുകയുള്ളൂ, ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ ഏതൊരു ഡാറ്റയെക്കുറിച്ചും പറയാൻ സാധിക്കും. അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ പറയുന്നതിനേക്കാൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് മനസ്സിലാവുന്നു എന്നുള്ളതുകൊണ്ട് ഫ്രീക്വൻസി ടേബിളിൽ നിന്ന് ഗ്രാഫിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇവിടെ അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തുടക്കമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വളരെയധികം വിസ്തരിച്ച് കുറേ എക്സാമ്പിളുകളും കുറേ കമ്പ്യൂട്ടർ ഗ്രാഫിക്സൊക്കെ കാണിച്ചിട്ടുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങളുടെ ഒറിജിനൽ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് എസെൻസ് ഓഫ് ദ ടോപ്പിക്ക് മാത്രമാണ്, അതായത് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഇതിനായിട്ട് അനുബന്ധമായിട്ട് കിടക്കുന്ന ഒരുപാട് എക്സാമ്പിളുകളും കുറേ പ്രോബ്ലംസും വർക്ക് ഔട്ടും അല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒറിജിനൽ ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതൊന്ന് തറവായിട്ട് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഈ ക്ലാസ്സിൻ്റെയും നോട്ടിൻ്റെയും കൂടെ തന്നെ അതും കൂടെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം അറിവ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് മുഴുവനൊന്നും നമുക്ക് വീഡിയോയിലൊന്നും പറയാൻ സാധിക്കില്ല. നമുക്ക് ഒന്നാമത് ഓപ്പൺ കോഴ്സാണ്, അപ്പോൾ വല്ലാതെ വിസ്തരിച്ചൊന്നും പോകാൻ നമുക്ക് സമയമുണ്ടാവില്ല. അത്രയും കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ടെൻഡൻസി എന്താണ് എന്നുള്ളതാണ്. പേരിൽ നിന്ന് തന്നെ അറിയാം, സെൻട്രൽ ടെൻഡൻസി. ഞാൻ മുന്നത്തെ വീഡിയോയിലും ഇത് കഴിഞ്ഞ സിലബസിൽ കഴിഞ്ഞ വർഷത്തെ വീഡിയോകൾ എടുക്കുമ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതും കാണേണ്ടവർക്ക് അത് കാണാം. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കാണാവുന്നതാണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ രൂപത്തിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെൻട്രൽ ടെൻഡൻസി എന്തിനുള്ള ടെൻഡൻസിയാണ്? സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പോൾ ഏതൊരു ഡാറ്റ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറേയധികം ഡാറ്റ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ക്വാണ്ടിറ്റിയുടെ ചുറ്റുവട്ടത്തായിരിക്കും മാക്സിമം ഡാറ്റകൾ കിടക്കുന്നുണ്ടാവുക. ഏതൊരു ഡാറ്റ സെറ്റ് വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ, ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ ചുറ്റുവട്ടത്ത് കുറേയധികം ഡാറ്റകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് 15,000 രൂപയുടെ അടുത്ത് വില വരുന്ന മൊബൈലുകളായിരിക്കും. 15,000 മുതൽ 20,000 രൂപ വരെയുള്ള, അല്ലെങ്കിൽ 15,000 ബഡ്ജറ്റായിട്ട് നമ്മൾ ആൾക്കാർ മിക്കവാറും ചൂസ് ചെയ്യാറ്. അപ്പം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ട് മിക്ക ആൾക്കാരും ഗിഫ്റ്റ് കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുന്നതല്ല, സ്വന്തമായിട്ട് മൊബൈൽ മേടിക്കുകയാണെങ്കിൽ ഒരു 15,000 രൂപയാണ് അതിൻ്റെ ആവറേജ് പ്രൈസ്. അപ്പോൾ ആവറേജാണ് അവിടെ വന്നിട്ടുള്ളത്. 15,000-ൻ്റെ ചുറ്റുവട്ടത്തായിരിക്കും മിക്ക ആൾക്കാർ മേടിക്കുന്ന മൊബൈലുകളുടെയും പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻട്രൽ ടെൻഡൻസിയാണ്. ഇപ്പോൾ നിങ്ങൾ മാർക്കുകൾ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കുകൾ എടുക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വാല്യൂവിന് ചുറ്റുവട്ടത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി, ഏതൊരു ഡാറ്റയ്ക്കുള്ള ഒരു പ്രത്യേകതയാണത് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ടെൻഡൻസിയെ നമ്മൾ കണ്ടുപിടിക്കണം, സെൻട്രൽ പോയിന്റിനെ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് എ വാല്യൂ that represents a typical central entry of a data set. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡാറ്റാ സെറ്റിൻ്റെ സെൻട്രൽ എൻട്രി. സെൻറ്റർ എന്ന് പറയുന്നത് എന്താ? ചുറ്റുവട്ടത്ത് എല്ലാ സ്ഥലത്തേക്കും ആക്സസ് ഉണ്ടാവും, എല്ലാ ഡാറ്റയും ആ വാല്യൂവിൻ്റെ അടുത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ represents a typical central entry of a data set. Common measures of central tendency are mean, median and mode. വേറെയും ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ നിലയ്ക്ക് പെട്ടെന്ന് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ എത്ര മാർക്ക് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്താ ആവറേജ് മാർക്ക് ഇത്രയാണ് എന്നാണ് പറയുക. അപ്പോൾ മീൻ, മീഡിയൻ, മോഡ്, ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സെൻട്രൽ ടെൻഡൻസികൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ സെൻട്രൽ ടെൻഡൻസിയുടെ ഡെഫിനേഷൻ പറഞ്ഞു. ഇനി ഓരോരോ സെൻട്രൽ ടെൻഡൻസി, ഇപ്പോൾ ഈ ക്ലാസ്സിൽ മീൻ, മീഡിയൻ, മോഡ്, ഈ 3 വെയ്റ്റഡ് മീൻ, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എല്ലാം നിങ്ങൾക്കത് സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് പുതുമയൊന്നും ഉണ്ടാവില്ല, മറന്നു പോയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് പറയുന്ന മുറയ്ക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കി ഒന്ന് ഓർത്തെടുത്താൽ മതി. നോട്ടുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതേ കാര്യങ്ങൾ നോട്ടിലും ഉണ്ട്. മീൻ, ദ മീൻ ഓഫ് എ ഡാറ്റാ സെറ്റ് ഈസ് എ സം ഓഫ് ആൾ എൻട്രീസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ്. യൂഷ്വലാണ്, എല്ലാ എൻട്രികളും എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ n കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. സാധാരണ സിമ്പിളായിട്ട് മീനിൻ്റെ ആവറേജിൻ്റെ ഡെഫിനേഷൻ, ആവറേജ് മാർക്ക് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് 5 സബ്ജക്റ്റ്
കിട്ടുകയാണെങ്കിൽ 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അതാണ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും വേറെ വേറെ ഉണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ ആവശ്യം വരുമ്പോൾ വീണ്ടും പറയുന്നതായിരിക്കും. പോപ്പുലേഷൻ മീൻ ഇസ് ഡിനോട്ടഡ് ആസ് മ്യൂ എന്നാണ് ഈ ചിഹ്നത്തിൻ്റെ പേര്. മ്യൂ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N, വേർ ക്യാപിറ്റൽ N ഈസ് എ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ പോപ്പുലേഷൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് പോപ്പുലേഷനിലുള്ള എൻട്രികളാണ്. ആ എൻട്രികൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് N എന്ന് പറയുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ പോപ്പുലേഷൻ. എക്സ് പറയുന്നത് ഓരോ പർട്ടിക്കുലർ എൻട്രിയാണ്. ആ പർട്ടിക്കുലർ എൻട്രികളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്യാപിറ്റൽ N ആണ്. അപ്പോൾ മ്യൂ എന്നുള്ളതാണ് പോപ്പുലേഷൻ മീനിനെ. ഹയർ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ തിയറി ഓഫ് ഇൻഫറൻസിലൊക്കെ ഈ നൊട്ടേഷൻസൊക്കെ ആവശ്യം വരും. അപ്പോൾ മ്യൂ എന്നുള്ളതാണ് സിഗ്മ എക്സ് ബൈ N ഇസ് ദ പോപ്പുലേഷൻ മീൻ. ഇതേപോലെ തന്നെ സാമ്പിൾ എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പോപ്പുലേഷൻ്റെ ചെറിയ രൂപമാണ് സാമ്പിൾ മീനും ആവശ്യം വരും. നമുക്ക് എസ്റ്റിമേഷൻ, തിയറി ഓഫ് എസ്റ്റിമേഷനിലൊക്കെ സാമ്പിൾ മീൻ ഒക്കെയാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് എക്സ് ബാർ. അപ്പോൾ സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ്. പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, സിഗ്മ എക്സ് ബൈ ക്യാപിറ്റൽ N, ഹോൾ പോപ്പുലേഷനെ സംബന്ധിക്കുന്നതാണ്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഒരു സാമ്പിളിനെ സംബന്ധിക്കുന്നതാണ്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ സ്മോൾ n. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ സാമ്പിൾ ആണ്. നമ്മളെടുക്കുന്ന സാമ്പിളിൽ എത്ര എൻട്രീസ് ഉണ്ടോ അതാണ് അവിടെ n എന്ന് പറയുന്നത്. രണ്ടും കോൺസെപ്റ്റൊക്കെ സെയിം തന്നെയാണ്. ഒന്ന് വലിയ പോപ്പുലേഷനെയാണ് സംബന്ധിക്കുന്നത്, ഒന്ന് ചെറിയ സാമ്പിളിനെയാണ് സംബന്ധിക്കുന്നത്. നൊട്ടേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്, മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് എ ഡെഫിനിഷൻ ഓഫ് മീൻ. വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഡാറ്റാ സെറ്റ് ഗിവൺ ബിലോ. 872, 432, 397, 427, 388, 782, 397. എന്താണ്? വളരെ ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. ഫ്രീക്വൻസി ടേബിളും കാര്യങ്ങളൊന്നും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇത് സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. കുറച്ച് ഡാറ്റയല്ലേ ഉള്ളൂ, സാമ്പിളായിട്ട് കണക്കാക്കാം. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ N. ദാറ്റ് ഇസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. N എന്ന് പറയുന്നത് 1 2 3 4 5 6 7 ആണ്. ബൈ 7 ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് 527.9 ആണ് നിങ്ങളുടെ എന്ത് കിട്ടുന്നത്? ആവറേജ്, സാമ്പിൾ ആവറേജ് അല്ലെങ്കിൽ എക്സ് ബാർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. ആവറേജിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡെഫിനേഷൻ ഒന്നും ഇത്രയേ ഉള്ളൂ. പിന്നെ ഓരോ പ്രോബ്ലത്തിനും സിറ്റുവേഷനും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനൊക്കെ അനുസരിച്ച് ദർ ആർ ലോട്ട് ഓഫ് മോഡിഫിക്കേഷൻസ് ടു ദിസ് ഡെഫിനേഷൻ. അത് നമുക്ക് വരുന്ന വഴി ആവശ്യമുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ മീൻ എന്ന് പറഞ്ഞാൽ. അടുത്ത് പറയുന്നത് മീഡിയൻ എന്താണ്? രണ്ടാമത്തെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാനും ഒക്കെ കുറച്ചും കൂടെ രസമായിട്ടുള്ളൊരു സംഭവമാണ് മീഡിയൻ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം, പക്ഷേ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ഓഫ് എ ഡാറ്റാ സെറ്റ് ഈസ് എ വാല്യൂ ദാറ്റ് ലൈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡാറ്റാ സെറ്റ് വെൻ ദ സെറ്റ് ഈസ് ഓർഡേർഡ്. അപ്പോൾ ഡാറ്റാ സെറ്റ്, ആ ഡാറ്റാ സെറ്റിൻ്റെ ഏറ്റവും നടുക്കിൽ കിടക്കുന്ന വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ഏതെങ്കിലും ഒരു ഡാറ്റാ സെറ്റ് അല്ല, ദ ഡാറ്റാ സെറ്റ് ഷുഡ് ബി ഓർഡേർഡ് ഡാറ്റാ സെറ്റ് ആയിരിക്കണം. ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കണം, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലായിരിക്കണം. അപ്പോൾ ഏറ്റവും നടുക്കിൽ കിടക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ മീഡിയനായിട്ട്, നമ്മൾ ഡാറ്റാ സെറ്റിലെ ഏറ്റവും നടുക്കിലത്തെ വാല്യൂ ആണ് നമ്മുടെ മീഡിയനായിട്ട് ഉണ്ടാകുക. അപ്പോൾ അതിലൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ഡിവൈഡിങ് ദ ഡാറ്റാ സെറ്റ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. 2 ഈക്വൽ പാർട്ടുകളായിട്ട് ഡാറ്റാ സെറ്റ് ഡിവൈഡ് ചെയ്തിട്ട് നടുക്കിലത്തെ വാല്യൂ എന്നാണ്. ഇപ്പോൾ 11 എൻട്രീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, 11 എൻട്രീസ് ഉണ്ടെങ്കിൽ നടുക്ക് എന്ന് പറഞ്ഞാൽ 6ാമത്തെ എൻട്രിയാണ്. 6ൻ്റെ ഇപ്പുറത്ത് 5 ഉണ്ടാവും, 6ന് ശേഷം 5 ഉണ്ടാവും. അപ്പോൾ 6ാമത്തെ എൻട്രി അതാണ് മീഡിയനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അവിടെ 11 എൻട്രീസാണ് ഉണ്ടാവുക, ഓഡാണ്. അപ്പോൾ മിഡിൽ മോസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ 5, 6ാമത്തെ എൻട്രിയാണ് മിഡിൽ മോസ്റ്റ് എൻട്രി, പിന്നെ അവിടെ 5 ഉണ്ടാവും. അപ്പോൾ 6 എൻട്രി വിൽ ബി ദ മീഡിയൻ. അതാണ് അടുത്തതിൽ പറയുന്നത്. ഇഫ് ഡാറ്റാ സെറ്റ് ഹാസ് ഓഡ് നമ്പർ ഓഫ് ഡാറ്റ, മീഡിയൻ ഈസ് എ മിഡിൽ ഡാറ്റ വാല്യൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 11 ഉണ്ടെങ്കിൽ 6ാമത്തെ വാല്യൂ ആണ് മീഡിയൻ വരിക. ആൻഡ് ഇഫ് ദ ഡാറ്റാ സെറ്റ് ഹാസ് ഈവൺ നമ്പർ ഓഫ് ഡാറ്റ, മീഡിയൻ ഈസ് ആവറേജ് ഓഫ് 2 മിഡിൽ എൻട്രീസ്. അപ്പോൾ ഈ 11 എൻട്രി ഉള്ള സ്ഥലത്ത് ആവറേജ് ഓഫ് 2 മിഡിൽ എൻട്രീസ് എന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് നമ്മൾ 4th and 5th എൻട്രിയുടെ ആവറേജ് എടുക്കുകയാണ് ചെയ്യാറ്. ടെക്സ്റ്റിൽ അങ്ങനെയാണ് പറയുന്നത്. 4th and 5th എൻട്രിയുടെ മിഡിൽ മോസ്റ്റ് എൻട്രീസ് ആണ് 4th and 5th എൻട്രി. 5th ഉം 6th എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നവർക്ക് ചോദിക്കാം, പക്ഷേ അപ്രോക്സിമേഷൻ ആണ്. 4th and 5th എൻട്രിയുടെ ആവറേജ് ആണ് നമ്മുടെ ഇങ്ങനത്തെ കേസിൽ, ഈവൺ കേസിൽ എൻട്രീസ് എന്താ പറയുന്നത് 10 എൻട്രി ഉള്ളൂ എന്ന് വിചാരിക്കും. 11 എൻട്രിക്ക് പകരം 10 എൻട്രി ഉള്ളൂ എന്നുണ്ടെങ്കിൽ മിഡിൽ എന്ന് പറഞ്ഞാൽ 5 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ മീഡിയൻ ഇങ്ങനെ എടുക്കുക, 4th ഉം 5th ഉം എൻട്രിയുടെ ആവറേജ് ആയിട്ട് എടുക്കും. 11 എൻട്രീസ് ഉണ്ടെങ്കിൽ മിഡിൽ എന്ന് പറഞ്ഞാൽ 6th എൻട്രിയാണ്, അപ്പുറത്തും 5. അപ്പോൾ 6ാമത്തെ എൻട്രി ആയിരിക്കും നമ്മുടെ മീഡിയൻ. വളരെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, വളരെ എളുപ്പമുള്ളൊരു കോൺസെപ്റ്റാണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ഈസ് ദ മിഡിൽ ഓഫ് ദ ഡാറ്റാ സെറ്റ് വെൻ ദ സെറ്റ് ഈസ് വാല്യൂ ദാറ്റ് ലൈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡാറ്റാ സെറ്റ് വെൻ ദ ഡാറ്റാ സെറ്റ് ഈസ് ഓർഡേർഡ്. വളരെയധികം ശ്രദ്ധിക്കണം, ഡാറ്റാ സെറ്റ് ഓർഡേർഡ് ആയിരിക്കണം. തോന്നിയ പോലെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന, ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുന്ന ഡാറ്റയിൽ മീഡിയം കണ്ടുപിടിക്കാൻ പറ്റില്ല. മോഡ് അങ്ങനെ തന്നെയാണ്, മോഡ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഓർഡേർഡ് ആയിരിക്കണം.
മോഡിന് അത്ര നിർബന്ധമില്ല, ഇതിന് പക്ഷേ നിർബന്ധമാണ്. ഓർഡേർഡ് ഡാറ്റാ സെറ്റിലത്തെ മിഡിൽ മോസ്റ്റ് വാല്യൂ ആയിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കാം. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ബിലോ സെറ്റ് ഓഫ് ഡാറ്റ. കുറേ ഡാറ്റ തന്നിട്ടൊന്ന് സൂം ചെയ്ത് നോക്കുക. കുറേ എൻട്രീസ് ഉണ്ട്. ഇതിൽ 25 എൻട്രീസ് ആണുള്ളത്. എണ്ണി നോക്കി അറിയാം, നോട്ടുകളിലുണ്ട്. 25 എൻട്രീസ് ഉണ്ട്. ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ എപ്പോഴും ഓർക്കുക, മീഡിയൻ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ഡാറ്റാ സെറ്റിൻ്റെ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ 25 എൻട്രീസ് ആണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഓർഡറിൽ എഴുതണം. ഒന്നുമില്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. ഞാനിവിടെ ഡിക്രീസിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് 18, 18, 19, 19, 19 ഇത് നോക്കിയാൽ ഈ തന്നിട്ടുള്ള ഡാറ്റയെ തന്നെയാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ അത് ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ന് മാത്രം. ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ ഇതിൽ 25 ഡാറ്റ വന്നിട്ടുണ്ടാവും. 25 ഡാറ്റ എന്ന് പറയുമ്പോൾ 12, 12 നടുക്കിൽ 13ാമത്തെ ഡാറ്റയാണ് നമ്മുടെ മീഡിയനായിട്ട് വരിക. 25 ഡാറ്റ 12, 12, 24 നടുക്കിൽ 13ാമത്തെ ഡാറ്റ. 25 എൻട്രീസ്, മിഡിൽ എൻട്രീസ് 13th വൺ. ഇതിൽ കൗണ്ട് ചെയ്ത് നോക്കുക. 13th എൻട്രി 1, 2, 3, 5, 6, 7, 8, 9, 10, 11, 12, 13, 24 ഇവിടുത്തെ മീഡിയനായിട്ട് വരുന്നത് ഈ ഡാറ്റയുടെ. അപ്പോൾ ഓർക്കുക, ഇവിടെ ഇങ്ങനെ ഇതിൽ നിന്ന് കിട്ടില്ല, ഇതിനെ ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് മിഡിൽ മോസ്റ്റ് എൻട്രി തപ്പി പിടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ 24, 13th 25 എൻട്രി ഉള്ളതുകൊണ്ട് 13ാമത്തെ എൻട്രിയാണ് നമ്മുടെ മീഡിയൻ. 24 ഞാൻ ഈ 38 അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വിചാരിക്കും. 38 അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സപ്പോസ് ദിസ് ഇസ് നോട്ട് ഹിയർ. അപ്പോൾ എത്ര എൻട്രി വരുന്നത്? 24 എൻട്രീസാണ് വരിക. 38 ഇല്ലെങ്കിൽ ഇനി 24 എൻട്രീസ് ആണുള്ളത്. അപ്പോൾ മിഡിൽ എന്ന് പറഞ്ഞാൽ 12ാമത്തെ എൻട്രിയാണ്. അപ്പോൾ നമ്മുടെ മീഡിയൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? 11ഉം 12ഉം ആവറേജ് ഓഫ് 11th and 12th എൻട്രി. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 11, 12, 23 + 24 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 23.5. ഓക്കെ. അപ്പോൾ ഇവിടെ 24 എൻട്രി ഉള്ളൂ എങ്കിൽ ഈവൺ ആയി. അപ്പോൾ 2 മിഡിൽ മോസ്റ്റ് എൻട്രികളുടെ ആവറേജ് ആയിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ വീണ്ടും എഴുതുകയാണ്. ഹിയർ ദർ ഇസ് 38 ഓഡ് എൻട്രീസ് ആണുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ 25 ആയിട്ടുള്ളത് കൊണ്ട് 13ാമത്തെ എൻട്രിയാണ് ശരിക്ക് മീഡിയനായിട്ട് എടുക്കുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. 38 അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടും ഒറ്റ എക്സാമ്പിൾ തന്നെ പറഞ്ഞു. വേറെ എക്സാമ്പിൾ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയിനായി മീഡിയ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമൊന്നുമല്ല അത് പഠിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ കാണുന്നുണ്ടാവുക. ഒരുപക്ഷെ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർ, സംസ്കൃതം പഠിച്ചിട്ടുള്ളവർ, അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ എടുക്കാവുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽസ് തന്നെയാണ്, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഉള്ളൂ കാര്യമെന്ന് വിചാരിക്കേണ്ട. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് തന്നെയാണ്. നൗ മീഡിയൻ. അടുത്തത് ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല, മോഡാണ്. മോഡ് ഓഫ് എ ഡാറ്റ സെറ്റ് ഈസ് ദാറ്റ് എൻട്രി വിച്ച് ഒക്കർ വിത്ത് ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി. ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം, എത്ര എണ്ണം. അപ്പം ഏറ്റവും കൂടുതൽ എണ്ണം വരുന്ന ആ ഡാറ്റാ സെറ്റിലത്തെ എൻട്രിയെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? മോഡായിട്ട് കണക്കാക്കുന്നത്. ഒരു ഡാറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എൻട്രി അതിൻ്റെ മോഡായിരിക്കും. മോഡിന് ഒരു വേഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം 3, 4 ഡാറ്റയൊക്കെ ഒരുപാട് 10 പ്രാവശ്യം ഒരു ഡാറ്റ, 10 പ്രാവശ്യം വേറൊരു ഡാറ്റ, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഡാറ്റാ സെറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 1 മോഡ് ആൻഡ് ഇഫ് ദ ഡാറ്റാ സെറ്റ് ഹാസ് 2 മോഡ്സ് ഇറ്റ് ഈസ് കോൾഡ് ബൈ മോഡൽ. 2 മോഡൊന്നും ഇല്ലാണ്ടാവുക, ഒരുപാട് മോഡുകൾ ഉണ്ടാവും. ഒരുപാട് എന്താ പറയുക സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡാറ്റാ സെറ്റിൽ 10 എണ്ണം എ, 10 എണ്ണം ബി, 10 എണ്ണം സി ആണെന്നുണ്ടെങ്കിൽ, പിന്നെയൊക്കെ അതിനേക്കാൾ കുറവാണ് എണ്ണമെങ്കിൽ എ, ബി, സി 3 മോഡാണ് അതിന് വരിക. അപ്പോൾ അതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ല. യുണീക്ക് ആയിട്ടുള്ള ഡാറ്റാ സെറ്റിൽ യുണീക്ക് ആയിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും മോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് വാല്യൂ വിച്ച് ഒക്കേഴ്സ് മാക്സിമം നമ്പർ ഓഫ് ടൈംസ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒക്കർ ചെയ്യുന്ന സംഭവത്തിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിളാണ്. ഫൈൻഡ് ദ മോഡ് ഓഫ് 39, 42, 25, 25, 36, 25, 30, 31. അപ്പോൾ ഇത് ചെറിയൊരു ഡാറ്റാ സെറ്റാണ്. ഇതിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. 25 ആണെന്ന് നിങ്ങൾക്കറിയാം, 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. മറ്റൊന്നും തന്നെ ഇത്രയും പ്രാവശ്യം വന്നിട്ടില്ല. പക്ഷേ വലിയ ഡാറ്റാ സെറ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ഏതാണ് കണ്ടുപിടിക്കുന്നത് കുറേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 40 15 കൂടുതലായി കഴിഞ്ഞാൽ അതിൽ ഏതാണ് കൂടുതൽ പ്രാവശ്യം വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗിവൺ ഡാറ്റാ സെറ്റ് ഇസ് അഗെയിൻ അറേഞ്ച്ഡ് ഇൻ ഡിക്രീസിങ് ഓർഡർ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, തെറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തായാലും അങ്ങനെ ചെയ്യണം, ഇവിടെ അങ്ങനെ ചെയ്യണം. മോഡിൻ്റെ കേസിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. ഏറ്റവും കൂടുതൽ വരുന്ന വാല്യൂ മാത്രം നോക്കിയാൽ മതി. പക്ഷേ അത് കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പം, ഇതിന്ന് എളുപ്പമാണ്. ടെക്സ്റ്റിലത്തെ 3-4 എക്സാമ്പിളുകളുണ്ട്, ഒരുപാട് എൻട്രീസ് വരുന്ന എക്സാമ്പിളുകൾ. അവിടേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിനെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ എഴുതുക. എന്നിട്ട് അതിനുശേഷം ഏറ്റവും കൂടുതൽ വാല്യൂസ് ഏതാണോ
വരുന്നത് ആ വാല്യൂ ആയിരിക്കും അതിൻ്റെ മോഡായിട്ട്. അപ്പോൾ ഇവിടെ 25 ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഞാൻ ഇവിടെ 25, 30, 31, 36, 39, 42 ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി. അതിലേറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്താണ്? 25 ആണ്. സോ ദാറ്റ് ഈസ് ദ മോഡ്. അപ്പോൾ മീൻ ആയി, മീഡിയൻ ആയി, മോഡായി. ഒരു കോൺസെപ്റ്റും കൂടിയുണ്ട്, വെയ്റ്റഡ് മീൻ എന്താണെന്നുള്ളതാണ്. വെയ്റ്റഡ് മീൻ പേരും തന്നെ അറിയാം, ചില കാര്യങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുകയാണ്, ചില കാര്യങ്ങൾക്ക് പ്രത്യേക വെയിറ്റ് കൊടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന ആവറേജ് ആണ്. അപ്പോൾ എന്താണെന്നുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആവും. എന്നാലും ഫോർമുല ഒന്ന് നോക്കി വയ്ക്കുക. വെയ്റ്റഡ് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു, വെർ ഡബ്ല്യു ഈസ് എ വെയിറ്റ് ഓഫ് ഈച്ച് എക്സ്. ഓരോ എൻട്രിക്കും എത്ര ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എത്ര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സിഗ്മ എക്സ് ഡബ്ല്യു ദ ഹോൾ ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു എന്നുള്ളതാണ് വെയ്റ്റഡ് മീനിൻ്റെ ഫോർമുല. എന്താണെന്നുള്ളത് എക്സാമ്പിൾ ഒന്ന് മനസ്സിലാവും. ഇൻ എ സബ്ജക്റ്റ് the final grade is determined from the sources. അതായത് ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് എങ്ങനെ കണക്കാക്കുന്നത് എങ്ങനെയാണ് അതാണ് പറയുന്നത്. ഫ്രം ദ സോഴ്സസ് 50% ഓഫ് ദ ടെസ്റ്റ്, 15% ഫ്രം ദ മിഡ് ടേം, 20% ഫ്രം ദ ഫൈനൽ എക്സാം, 10% ഫ്രം ലാബ്സ്, 5% ഫ്രം ഹോംവർക്ക്. ഓക്കെ, അപ്പോൾ ഒരു പരീക്ഷയുടെ ഫൈനൽ മാർക്ക് എങ്ങനെ കണക്കാക്കുന്നത്? 50% മാർക്ക്, 50% വെയിറ്റേജ് എന്തിനാണ്? ടെസ്റ്റുകൾക്കാണ്. ടെസ്റ്റ് ഇടയ്ക്ക് മാസത്തിൽ നടത്തുന്ന ടെസ്റ്റുകൾക്കാണ്. ടെസ്റ്റുകളുടെ മാർക്കിൻ്റെ എല്ലാത്തിനും കൂട്ടിയിട്ടുള്ളത് തന്നെയാണ്. ടെസ്റ്റിൻ്റെ മാർക്കുകൾക്കാണ് 50% വെയിറ്റേജ് കൊടുക്കുന്നത്. പിന്നെ 15% മിഡ് ടേം എക്സാമിൻ്റെ മാർക്കിനെ ആണ് കൊടുക്കുന്നത്. 15% മിഡ് ടേം എക്സാമിൻ്റെ മാർക്കിനാണ്. 20% ഫൈനൽ എക്സാമിൻ്റെ മാർക്കിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. പിന്നെ 10% ലാബിനും 5% ഹോംവർക്കിനാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്ക് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇസ് 86 ഇൻ ടെസ്റ്റ്, 96 ഇൻ മിഡ് ടേം, 82 ഇൻ ഫൈനൽ, 98 in lab, 100 in homework. Compute the average weighted mark. അല്ലെങ്കിൽ കമ്പ്യൂട്ട് ദ വെയ്റ്റഡ് മീൻ അല്ലെങ്കിൽ ആവറേജ് മാർക്ക് എന്തായിരിക്കും? അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് 86 മാർക്ക് ടെസ്റ്റുകളിൽ കിട്ടിയിട്ടുണ്ട്, 96 മാർക്ക് മിഡ് ടേം എക്സാമിന് കിട്ടിയിട്ടുണ്ട്, 82 മാർക്ക് ഫൈനൽ ഇയർ എക്സാമിന് കിട്ടിയിട്ടുണ്ട്, ഫൈനൽ എക്സാമിന് കിട്ടിയിട്ടുണ്ട്, 98 മാർക്ക് ലാബിൽ കിട്ടിയിട്ടുണ്ട്, പിന്നെ 100 മാർക്ക് ഹോംവർക്കിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ആവറേജ് മാർക്ക് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പമുള്ളൊരു കോൺസെപ്റ്റാണ്. ഈ ഫോർമുല വെച്ചിട്ട് നോക്കി ഇങ്ങനെ ഒരു ടേബിൾ കണക്കാക്കുകയാണ്. ഇതാണ് നമ്മുടെ സോഴ്സ് ടെസ്റ്റിൻ്റെ മാർക്ക് എത്രയാണ്? 86 ആണ്. അതിൻ്റെ ആവറേജ് എത്രയല്ല, വെയിറ്റ് എത്രയാണ് കൊടുക്കുന്നത്? 50% ആണ്. 50% എന്ന് പറയുമ്പോൾ 50/100 ദാറ്റ് ഈസ് 0.5, 5/10 ദാറ്റ് ഈസ് 0.5. അതാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ടെസ്റ്റിന് 86 മാർക്ക്, 50% ഓഫ് ദ ടെസ്റ്റ് ആണ് വെയിറ്റേജ്, 50% ആണ് വെയിറ്റേജ്. അപ്പോൾ 86 മാർക്കിൽ 50% എന്ന് പറയുമ്പോൾ 0.5 ആണ്. വെയിറ്റ് കിട്ടുന്നത് 0.5 ആണ്. 0.5 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എക്സ് ഡബ്ല്യു, ദാറ്റ് ഈസ് 43. ഇനി മിഡ് ടേം എക്സാമിന് ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 96 ആണ്. 96 മിഡ് ടേം എക്സാമിൻ്റെ വെയിറ്റേജ് എത്രയാണ്? 15% ഫ്രം മിഡ് ടേം എക്സാം, 15% ഫ്രം മിഡ് ടേം എക്സാം. അതായത് മിഡ് ടേം എക്സാമിന് 96 മാർക്കാണ്. 15% എന്ന് പറയുമ്പോൾ 15/10 അല്ലെങ്കിൽ 15/100 അല്ലെങ്കിൽ 0.15. 15% ആണ് ഈ 0.15. അപ്പോൾ 96 × 0.15 ദാറ്റ് ഈസ് 14.4. ഇതാണ് എക്സ് ഡബ്ല്യു ആയിട്ട് വരുന്നത്. ഇതേപോലെ ഫൈനൽ എക്സാമിന് 82 ആണ്, വെയിറ്റ് 0.2 ആണ്. ഇപ്പോൾ 16.4 അല്ലേ. 82 × 0.2 ദാറ്റ് ഈസ് 16.4. ഇനി ലാബിന് 98 മാർക്ക് ഉണ്ട് ആ കുട്ടിക്ക്. അതിൻ്റെ വെയിറ്റേജ് 0.1 ആണ്, അല്ലെങ്കിൽ 10% ആണ്. 10% ആണ്, അപ്പോൾ 0.1 ആണ്. അപ്പോൾ 98 × 0.1 ദാറ്റ് ഈസ് 9.8. ഹോംവർക്കുകൾക്ക് എത്രയാണ്? 100 മാർക്ക് ആ കുട്ടിക്ക് ഹോംവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റേജ് എത്രയാണ് കൊടുക്കുന്നത്? 5% ഫ്രം ഹോംവർക്ക്. അപ്പോൾ ഹോംവർക്കിന് 100 മാർക്ക് കിട്ടി, പക്ഷേ അതിൻ്റെ വെയിറ്റേജ് 5% ആയതുകൊണ്ട് 0.05 ആണ്. അപ്പോൾ 100 × 0.05 ദാറ്റ് ഈസ് 5. നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കൊക്കെ കണക്കാക്കുന്നില്ലേ, അത് ഈ രീതിയിലാണ് കണക്കാക്കുന്നത്. ഈ രീതിയിൽ അതാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വെയിറ്റ് എക്സ് ഡബ്ല്യു എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി കിട്ടി. വെയ്റ്റഡ് മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഡബ്ല്യു ബൈ സിഗ്മ ഡബ്ല്യു. സിഗ്മ എക്സ് ഡബ്ല്യു 88.6 ആണ്. ടെക്സ്റ്റിൽ വർക്കൗട്ട് എക്സാമ്പിൾ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. സിഗ്മ എക്സ് ഡബ്ല്യു ഈസ് 88.6, സിഗ്മ ഡബ്ല്യു ഈസ് 1. അപ്പോൾ 88.6/1 ദാറ്റ് ഈസ് 88.6 ഇറ്റ്സ്. അപ്പോൾ ആ കുട്ടിയുടെ ആവറേജ് മാർക്ക് ഗ്രേഡ് എന്ന് പറയുന്നത് 88.6 ആണ്. അപ്പോൾ ഇതാണ് വെയ്റ്റഡ് ആവറേജ്, വെയ്റ്റഡ് മീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓരോ ക്വാണ്ടിറ്റിക്കും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ് വന്നിട്ടുള്ളത്? ടെസ്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. 50% അതിൻ്റെ വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വെയിറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. ഇതിനനുസരിച്ചാണ് ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചാണ് CGPA SGPA ഒക്കെ നിങ്ങൾ മാർക്ക് ലിസ്റ്റുകളിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെൻട്രൽ ടെൻഡൻസീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയും സെൻട്രൽ ടെൻഡൻസീസ് ഒരുപാട് വരാനുണ്ട്. ടെക്സ്റ്റിലത്തെ പോലെ നമുക്ക് പോവാം.
അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ 4-5 പേജുകളൊക്കെ ആയിട്ടായിരിക്കും അത് ചിലപ്പോൾ കിടക്കുന്നുണ്ട്. അത് ഒരുപാട് ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് അവർ അനലൈസ് ചെയ്തിട്ടിരിക്കുകയാണ്. മാറ്റ്ലാബൊക്കെ വെച്ച് അവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്കതൊന്നും ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിൽ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ നോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അതും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ചിട്ട്, നിങ്ങൾ മറ്റ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അധ്യാപകരോട് ചോദിച്ചിട്ടും കൂട്ടുകാരോട് ചോദിച്ച് ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കുക. സോ ദാറ്റ് ഈസ് ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് പാർട്ട് 1. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ടോപ്പിക് എടുക്കുന്നതായിരിക്കും. ഓക്കെ.